തൃശൂർ ജില്ലയിലെ ചേർപ്പിൽ താളമേളങ്ങളുടെ അലയൊലികൾ മുഴങ്ങിയിരുന്ന പെരുവനം, തായംകുളങ്ങര, തിരുവുള്ളക്കാവ് എന്നീ പ്രദേശങ്ങളടങ്ങിയ പെരുമ്പിള്ളിശ്ശേരി ഗ്രാമത്തിൽ ജനനം. പിതാവ് കാവിൽ ശങ്കരൻ വൈദ്യർ, മാതാവ് ജാനകിയമ്മ. അവരുടെ മൂന്നാമത്തെ മകനായി പിറന്ന കാവിൽ രാജ് എഴുത്തിൻ്റെ സുവർണ ജൂബിലി പിന്നിടുന്നു. മികച്ച നടനും ഗായകനും കാഥികനും തൃശൂർ ആകാശവാണിയിൽ ആർട്ടിസ്റ്റുമായിരുന്ന സഹോദരൻ വാസുദേവൻ കാവിൽ ദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നു. ഇളയ സഹോദരനായ നടരാജൻ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുകയും കവിതകൾ, ഗാനങ്ങൾ, ബാലസാഹിത്യം, ചെറുകഥകൾ, നാടകങ്ങൾ, ലേഖനങ്ങൾ, തിരക്കഥകൾ എന്നിവയുടെ രചനകളാൽ കാവിൽ രാജ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തു. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂൾ, തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ്, തൃശൂർ ട്രെയിനിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1972 അധ്യാപകനായി. 1973 കേരള കാർഷിക സർവകലാശാലയിൽ ഉദ്യോഗസ്ഥനായി. 2004 അസിസ്റ്റന്റ് കൺട്രോളർ തസ്തികയിൽ നിന്നും വിരമിച്ചു. 1982 വിവാഹിതനായി. ഭാര്യ ഹൈസ്കൂൾ അധ്യാപികയായ ശാന്തകുമാരി. മകൻ ഡോക്ടർ അനിൽ രാജ്. മരുമകൾ ഡോക്ടർ ദീപ്ന ലത. മകൾ ഡോക്ടർ കവിത രാജ്. മരുമകൻ എഞ്ചിനീയർ പ്രശാന്ത്. പേരക്കുട്ടി പൃഥ്വിക. കാവിൽ രാജിൻ്റെ പ്രധാന കൃതികൾ: ബാലസാഹിത്യം, ഒരിടത്തൊരു ഓന്ത്, കാക്കക്കോഴി, ജീവനുള്ള പുകക്കുഴലുകൾ, സുഭാഷിത സുഹൃതം, കവിതാ സമാഹാരങ്ങൾ, അക്ഷതം, ഗോത്രജ്വാലകൾ. നാടകങ്ങൾ: കനൽ, സ്വരങ്ങൾ നഷ്ടപ്പെട്ടവർ, ഇന്ദ്രമോക്ഷം, മഹാബലി, സിംഹാസനം തേടുന്നവർ. നാടകജ്വരം, പഠനം, ചെറുകഥാ സമാഹാരങ്ങൾ, പുരാണത്തിലെ സുന്ദരിമാർ, വാൽമീകിക്കുന്നിലെ പ്രവാചകൻ, ലേഖന സമാഹാരങ്ങൾ, പ്രകൃതിയുടെ വരദാനം, തൊട്ടുകൂടാത്തവരുടെ തീണ്ടിക്കൂടായ്മകൾ. സിനിമാ ഗ്രന്ഥങ്ങൾ: ജനപ്രിയ സിനിമയുടെ രാജശില്പികൾ. ഡോക്യുമെന്ററി സിനിമ നിർമ്മിക്കാം, ഷോർട്ട് ഫിലിം നിർമ്മിക്കാം. മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ എഡിറ്റർ. ജനറൽ കൃതികൾ: കുട്ടികൾക്ക് നല്ല പേരുകൾ, സയൻസ് ഡിക്ഷണറി. കാവിൽ രാജ് മറ്റു സമാഹാരങ്ങളിൽ ഇത്തിരി കൊന്ന പൂവ്, വൈലോപ്പിള്ളി സ്മാരക സമിതി പ്രസാധനം. എഡിറ്റർ കടാംകോട് പ്രഭാകരൻ. ലേഖന സമാഹാരം, മഹാകവി വൈലോപ്പിള്ളിയെക്കുറിച്ചുള്ള സ്മരണ. ഗുരുനാരായണീയം, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള കവിതാ സമാഹാരം. സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണം. എഡിറ്റർ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ. വിചിന്തനത്തിലെ വ്യതിയാനങ്ങൾ, ലേഖന സമാഹാരം. എഡിറ്റർ N മൂസക്കുട്ടി. പ്രസാധനം സർഗസ്വരം, തൃശൂർ. കാവ്യപാദപം, പ്രശസ്ത കവി S രമേശൻ നായരുടെ സ്മരണാർത്ഥം. കവിതാ സമാഹാരം. പ്രസാധനം KIBF പ്രസിദ്ധീകരണം. കാവിൽ രാജ് രചനയും സംവിധാനവും ചെയ്ത സംഗീതാൽബങ്ങൾ. ദശപുഷ്പം. ആലാപനം മധു ബാലകൃഷ്ണൻ, പൂങ്ങാട് നാരായണൻ, പ്രതിഭ പാലക്കാട്. സ്വാമിപാദം. ആലാപനം ശ്രീവത്സൻ ജയ മേനോൻ, പൂങ്ങാട് നാരായണൻ, ഷിബു PS, ഉമേഷ് VS. ഫോക്ലോർ ഡോക്യുമെന്ററികൾ: മുത്തപ്പൻ, കൂളിവാക, വിഷ്ണുമായ, ഘളൂരിക, കരിങ്കുട്ടി, കാളി, ശിവകരം, കുറംപേച്ച്, അർത്ഥാന്തരങ്ങൾ, മകരച്ചൊവ്വ, നാഗദൈവം, ഹനുമാൻ, രുദ്രാവതാരം. സാമൂഹ്യപരമായ ഡോക്യുമെന്ററികൾ: പ്രകൃതിയുടെ സുഹൃതം, രചന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്. പുറംപേച്ച്, രചന ഡോക്ടർ TK പുഷ്കരൻ. കാവുകൾ, രചന ഡോക്ടർ TK പുഷ്കരൻ. കരുണാസാഗരം, രചന കാവിൽ രാജ്. സംവിധാനം ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി. കരുണാ സാഗര ഭരണകൃപാകര സ്മരണയിൽ നിറയുന്ന മാർഗപ്രകാശമേ, അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങളെ അവിരാമം കർമ്മോത്സുകരാക്കുന്നു നിത്യവും.
സ്മൃതി മണ്ഡപത്തിൽ ജ്വലിക്കും പ്രകാശമേ, സ്മരണാഞ്ജലിപ്പൂക്കൾ സ്വീകരിക്കേണമേ. സധൈര്യം ഞങ്ങൾക്ക് ജീവിതപാതയിൽ പതറാതെ മുന്നോട്ട് നീ നയിക്കേണമേ. ഷോർട്ട് ഫിലിമുകൾ: ഉത്തിഷ്ഠിത ജാഗ്രത, സ്നേഹമന്ത്രം, സാക്ഷ്യം, കെണി, അഹം മിഥ്യ, അധമം, സാരഥ്യം, ഉത്ഥാനം, കാലം, പുരുഷ സൂക്തം. ചലച്ചിത്രങ്ങൾ: അരങ്ങുതാളം, അക്കരയ്ക്ക്, പച്ചപ്പ് തേടി. കാവിൽ രാജ് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ: സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസ് തൃശൂർ, ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ മുല്ലക്കര, സർഗസ്വരം തൃശൂർ. ലഭിച്ച പുരസ്കാരങ്ങൾ: കുട്ടികൾക്കുള്ള നോവൽ ഒരിടത്തൊരു ഓന്ത് എന്ന കൃതിക്ക് 1996 ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് ഗോൾഡ് മെഡൽ. പ്രശസ്ത ചലച്ചിത്ര സംവിധായകരായിരുന്ന പത്മരാജന്റെയും ഭരതന്റെയും ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള പഠനമായ ജനപ്രിയ സിനിമകളുടെ രാജശില്പികൾ എന്ന കൃതിക്ക് 2005 കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ മികച്ച ചലച്ചിത്ര കൃതിക്കുള്ള അവാർഡ്. പ്രകൃതിയുടെ സുഹൃതം എന്ന ഡോക്യുമെന്ററിക്ക് മികച്ച ഡോക്യുമെന്ററി സംവിധായകനുള്ള കേരള ഫിലിം ഓഡിയൻസ് കൗൺസിൽ അവാർഡ്. തൊട്ടുകൂടാത്തവരുടെ തീണ്ടിക്കൂടായ്മകൾ എന്ന ലേഖന സമാഹാരത്തിന് 2009 മഹാത്മാ ജ്യോതി ബാഫുലെ നാഷണൽ ഗോൾഡ് മെഡൽ. 2024 മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം പ്രശസ്ത സംവിധായകൻ ശ്രീ MA നിഷാദിൽ നിന്ന് പച്ചപ്പ് തേടി എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ കാവിൽ രാജ് സ്വീകരിക്കുന്നു. ജൂറി ചെയർമാൻ ശ്രീ ജോർജ് ഓണക്കൂർ സമീപം. കാവ്യമാലിക: ശ്രീ കാവിൽ രാജിന്റെ അധ്യക്ഷതയിൽ കവികളായ പുറത്തൂർ ശ്രീധരനും ജോയ് ചിറമേലും നേതൃത്വം കൊടുത്ത് കവികൾക്കു മാത്രമായി കാവ്യമാലിക എന്ന സംഘടന രൂപീകരിച്ചു. 23/12/1995 പുറത്തൂർ ശ്രീധരന്റെ മാതാവ് ശ്രീമതി KP കല്യാണി ഉദ്ഘാടനം ചെയ്തു. പുറത്തൂർ ശ്രീധരൻ രചിച്ച അറ്റക്കഴായികൾ എന്ന കാവ്യസമാഹാരം ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ CP രാജശേഖരൻ പ്രകാശനം ചെയ്തു. പ്രശസ്ത കവികൾ പങ്കെടുത്ത കവിയരങ്ങും നടന്നു. പഴയ കവികളെയും പുതിയ കവികളെയും, കവിത എഴുതുവാൻ ആഗ്രഹിക്കുന്നവരെയും എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും ഒരുമിച്ചൊരേ വേദിയിൽ അണിനിരത്തി കാവ്യധാരയെന്ന പേരിൽ കാവ്യമാലിക നടത്തിവന്ന കവിതാ പാരായണ ദിനങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കവികളായ ഗുരുക്കന്മാരെ ആദരിക്കുക എന്നത് കാവ്യമാലികയുടെ പ്രത്യേകതയായിരുന്നു. കാവ്യമാലികയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കവിയും കവന കൗതുകം മാസികയുടെ പത്രാധിപരുമായിരുന്ന തേമ്പാട്ടിൽ ശങ്കരൻ നായർക്ക് ഉപഹാരം നൽകി കാവിൽ രാജ് ആദരിച്ചു. കവി NK ദേശം, ഡോക്ടർ സീതാറാം റാവു, പുറത്തൂർ ശ്രീധരൻ എന്നിവർ സമീപം. കവിയും ഗാനരചയിതാവുമായിരുന്ന KC ഫ്രാൻസിസ് മാഷിനെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രൊഫസർ KP ശങ്കരൻ, PV ഗംഗാധരൻ മാസ്റ്റർ, ആർട്ടിസ്റ്റ് ഫ്രാൻസിസ്, ജോയ് ചിറമേൽ എന്നിവർ സമീപം. കാവ്യമാലിക മുഖപത്രത്തിന്റെ ആദ്യ പതിപ്പ് കവി കുഞ്ഞുണ്ണി മാഷ് അന്നത്തെ തൃശൂർ പോലീസ് സൂപ്രണ്ട് B സന്ധ്യ അവർക്ക് നൽകി പ്രകാശനം ചെയ്തു. കാവിൽ രാജ് സമീപം. കവിയും നടനുമായ ശ്രീ സത്യൻ നടവഴിക്കലിന്റെ സമ്മേളനം എന്ന കവിതാ സമാഹാരം മഹാകവി അക്കിത്തം പ്രകാശനം ചെയ്തു. ആകാശവാണി ഡയറക്ടർ CP രാജശേഖരൻ, കാവിൽ രാജ്, സത്യൻ വഴിനടക്കൽ, കാനാടി വേണുഗോപാലപ്പണിക്കർ, സന്തോഷ് സത്യ, ജോയ് ചിറമേൽ എന്നിവർ സമീപം. ശ്രീമതി രാജലക്ഷ്മി വാര്യരുടെ മകൾ സുവർണ വാര്യർ രചിച്ച വഴി എന്ന കവിതാ സമാഹാരം പ്രശസ്ത കവി ശ്രീ ആറ്റൂർ രവിവർമ്മ ഡോക്ടർ PV കൃഷ്ണൻ നായർക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. പ്രൊഫസർ KK ഹിരണ്യൻ, പ്രൊഫസർ I ഷൺമുഖദാസ് എന്നിവർ സമീപം. സർഗസ്വരം 2006 സെപ്റ്റംബറിൽ തൃശൂർ കേന്ദ്രീകരിച്ച് കാവ്യമാലികയിലെ കവികളെയും നോവലെഴുത്തുകാരെയും നാടകരചയിതാക്കളെയും ഒന്നിപ്പിച്ച് സർഗസ്വരം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. സർവശ്രീ രവി അന്തിക്കാട്, C ഉണ്ണികൃഷ്ണൻ എന്നിവർ കൂടെ സഹകരിച്ചു. 2006 ഡിസംബർ 16 കേരള സാഹിത്യ അക്കാദമിയുടെ വൈലോപ്പള്ളി ഹാളിൽ എഴുത്തുകാരനും നടനും ദൃശ്യമാധ്യമ അവതാരകനുമായ ശ്രീ VK ശ്രീരാമൻ സർഗസ്വരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീ പാങ്ങിൽ ഭാസ്കരൻ പ്രസിഡന്റ്, ശ്രീ കാവിൽ രാജ് ജനറൽ സെക്രട്ടറി,
ശ്രീ ജോയ് ചിറമേൽ ട്രഷറർ എന്നിവരായിരുന്നു ഭാരവാഹികൾ. എൻ മൂസാക്കുട്ടിയുടെ 3 കൃതികൾ സദസ്സിൽ പ്രകാശനം ചെയ്തു. കൊറോണ കാലഘട്ടത്തിൽ തമ്മിൽ കാണാനും സംസാരിക്കാനും പരിപാടികൾ സംഘടിപ്പിക്കാനും സാധിക്കാതെ വന്നപ്പോൾ സർഗസ്വരം വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം കൊടുത്തു. സർഗസ്വരത്തിന്റെ പുതിയ പ്രസിഡന്റായി ചാർജെടുത്ത പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ സംഘടനയ്ക്ക് കൂടുതൽ ഊർജം പകർന്നു. 2023 ഭാരവാഹികളായി വന്ന കാവിൽരാജ് പ്രസിഡന്റ്, ജോയ് ചിറമേൽ ജനറൽ സെക്രട്ടറി, സതീഷ് മാമ്പ്ര ട്രഷറർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. കഴിഞ്ഞ 19 വർഷമായി പ്രതിമാസ പരിപാടികളോടെ ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന സർഗസ്വരത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എഴുത്തിന്റെ ഔന്നത്യം തേടുവാൻ പരിശ്രമിക്കുന്നവരും സന്തോഷിക്കുന്നവരുമാണ് ഉള്ളത്. സർഗസ്വരത്തിന്റെ പരിപാടികളിൽ പലപ്പോഴായി പ്രശസ്തരും പ്രഗത്ഭരും പങ്കെടുത്തിരുന്നു. മഹാകവി അക്കിത്തം, ഡോക്ടർ സുകുമാർ അഴീക്കോട്, ചിത്രൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ TR ശങ്കുണ്ണി, ഡോക്ടർ PV കൃഷ്ണൻ നായർ, DGP B സന്ധ്യ, ബാലചന്ദ്രൻ വടക്കേടത്ത്, കൈതപ്രം തുടങ്ങി 50ഓളം പേർ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ കാവിൽരാജിന്റെ നേതൃത്വത്തിൽ സർഗസ്വരം കവികൾ, ചെറുകഥാകൃത്തുക്കൾ, നോവലെഴുത്തുകാർ, നാടകരചയിതാക്കൾ, അഭിനേതാക്കൾ, ഗായകർ എന്നിവർക്കെല്ലാം അവസരങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി വരുന്നു. ഗാനരചനകളിലേക്ക് കാവിൽരാജ് കയ്യെഴുത്തു മാസികകളിൽ കവിതകളും കഥകളും എഴുതിയിരുന്നു. നാട്ടിലെ പ്രശസ്തരായ നടന്മാരായിരുന്ന വി ദേവൻ, കാവിൽ ദേവ്, അബു പാലിയത്ത്, PN കുട്ടൻ എന്നിവരുടെ സാമൂഹ്യ നാടകമായ ബറാബസിലേക്ക് ഗാനങ്ങൾ രചിച്ചുകൊണ്ടാണ് കാവിൽരാജ് ഗാനരചനാ രംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്നു വന്ന പല നാടകങ്ങൾക്കുമായി ഗാനങ്ങൾ രചിക്കുവാനും തുടങ്ങി. സർവരാഗങ്ങളും സാധകം ചെയ്തിടും സൗപർണികാമൃതതീർത്ഥഭൂവിൽ സംഗീത സാഹിത്യ സ്തന്യം പകർന്നിടും സംപൂജ്യ ദേവികേ നമോ നമഃ. നാടകരചനകളിലേക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെ ചെറിയ ഏകാംഗങ്ങൾ എഴുതി കൂട്ടുകാരൊത്ത് അവതരിപ്പിച്ചതിനാൽ കോളേജിൽ പഠിക്കുമ്പോഴും നാടകരചന തുടർന്നിരുന്നു. കാർഷിക സർവകലാശാലയിൽ ഉദ്യോഗസ്ഥനായതോടെ അവിടുത്തെ ജീവനക്കാരെ സംഘടിപ്പിച്ച് വർഷം തോറും നാടകങ്ങളും മറ്റു കലാപരിപാടികളും അവതരിപ്പിക്കുവാൻ സാധിച്ചിരുന്നു. അങ്ങനെയാണ് ജീവനക്കാരുടെ കലാ സാംസ്കാരിക വിഭാഗമായി യൂണിയൻ ആർട്സ് രൂപം കൊണ്ടത്. അക്കാലത്താണ് തൃശൂർ ആകാശവാണി നിലയത്തിൽ നാടകങ്ങളും സംഗീത ശില്പങ്ങളും അവതരിപ്പിക്കുവാൻ കഴിഞ്ഞത്. പ്രൊഫഷണൽ നാടക നടൻ കൂടിയായിരുന്ന ഋഷികേശൻ നായർ, ജേക്കബ് സൈമൺ, ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി, ഡോക്ടർ KM രാമചന്ദ്രൻ, K രാമകൃഷ്ണൻ തുടങ്ങിയ കലാകാരന്മാർ ഇതിലൂടെ വളർന്നവരാണ്. ചെറുകഥാരംഗത്തേക്ക് പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ C രാധാകൃഷ്ണൻ വീക്ഷണം പത്രത്തിന്റെ പത്രാധിപരായിരുന്ന സമയത്താണ് കാവിൽരാജിന്റെ കുട്ടികൾക്കുള്ള ആദ്യ നോവൽ ഒരിടത്തൊരു ഓന്ത് അതിൽ പ്രസിദ്ധീകരിച്ചത്. ഡോക്യുമെന്ററികളിലേക്കും ഷോർട്ട് ഫിലിമുകളിലേക്കും ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ധാരാളം സിനിമകളും ഡോക്യുമെന്ററികളും കാണുവാൻ സാധിച്ചത്. പിന്നീട് ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്യുവാൻ തുടങ്ങി. ചലച്ചിത്രങ്ങളിലേക്ക് ചലച്ചിത്രങ്ങളുടെ അകവും പുറവും അറിയാൻ തുടങ്ങിയപ്പോഴാണ് തിരക്കഥാരചന, സിനിമാ നിർമ്മാണം, ചിത്രീകരണം എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന മോഹമുദിച്ചത്. കൂട്ടുകാരത്ത് ചെറിയ സിനിമകൾ ചിത്രീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം 2 സിനിമകൾ തിരക്കഥയും ഗാനങ്ങളും എഴുതി സംവിധാനം ചെയ്തു. അങ്ങനെയാണ് അരങ്ങുതാളം അക്കരയ്ക്ക്, പച്ചപ്പ് തേടി എന്നീ 2 സിനിമകൾ യാഥാർത്ഥ്യമായത്. സാർ ഇത്ര സൂക്ഷിച്ച് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ കണ്ണീരും വേർപ്പം വീണ മണ്ണാണിത്. അത് മനസ്സിലാക്കിയാൽ മതി. സാർ ഈ പറമ്പ് നോക്കിയേ, ഇതിന് നടുക്ക് കൂടെ റെയിൽ വന്നുള്ള സ്ഥിതിയെ പറ്റി സാറൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിലവാരമുള്ള ചിത്രങ്ങളായി എന്ന് പ്രേക്ഷകർ വിലയിരുത്തിയപ്പോഴും മികച്ച പരിസ്ഥിതി ചലച്ചിത്രത്തിനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചപ്പോഴുമാണ് അണിയറ ശില്പികൾക്ക് സന്തോഷമായത്. സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസ് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ച് അമേച്ചർ മേഖലകളിൽ ശ്രദ്ധ നേടുവാനായി രൂപം കൊണ്ടതാണ് സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസ് എന്ന സംഘടന. കാവിൽരാജിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം പരമേശ്വരനാശാന്റെ സഹകരണത്തോടെയാണ് സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസ് സിനിമാ നിർമ്മാണത്തിലേക്ക് കാൽവെച്ചത്. കലാമണ്ഡലം നന്ദകുമാർ, രാജേഷ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, ജേക്കബ് സൈമൺ വെള്ളാർമല, ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി, ജയൻ പെരിങ്ങോട്ടുകുറിശി, ജയശ്രീ മനോഹർ, CP സറീന,
അനുശ്രീ തുടങ്ങിയവരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെയാണ് അരങ്ങുതാളം അക്കരയ്ക്ക്, പച്ചപ്പ് തേടി എന്നീ സിനിമകൾ നിർമ്മിച്ചത്. ഏതോ പുരാതന പ്രേമ കുടീരം പോൽ ചേതോഹരമീ ഗുഹാമുഖത്തിൽ കാതോർത്തിരിക്കുന്ന കമിതാക്കൾ തന്നുടെ കാതിലേക്കെത്തുന്നു പ്രണയഗാനം. മുല്ലക്കര ആറാംകല്ല് ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ. മുല്ലക്കര ആറാംകല്ല് പ്രദേശത്ത് താമസിക്കുന്ന കാവിൽ രാജ് സമൂഹ നന്മയ്ക്കായി മുൻകൈയെടുത്ത് സ്വരൂപിച്ചതാണ് ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ. ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാനും 100 വീടുകൾ ഉൾപ്പെടുത്തി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കു വേണ്ടി സഹായിക്കുവാനും രൂപം കൊണ്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് കാവിൽ രാജ്. ഡോക്ടർ ജോഷി, OS ശിവരാമൻ മാസ്റ്റർ എന്നിവർ രക്ഷാധികാരികളും PK ഷാഹുൽ ഹമീദ് പ്രസിഡന്റും NB മോഹനൻ ട്രഷററും R നോയൽ വൈസ് പ്രസിഡന്റുമാണ്. VA ഹമീദ്, KK കുഞ്ഞുകുട്ടൻ, താഴത്തുവളപ്പിൽ ഗോപാലകൃഷ്ണൻ, MP രാജു, അലി മുല്ലക്കര, പ്രേംജി ലാൽ, ഉമ്മർ ആറാങ്കല്ല്, ഹംസ മുല്ലക്കര എന്നിവർ അംഗങ്ങളായ സംഘടന മികച്ച രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. സമാദരണം. മുല്ലക്കര മഹല്ല് മസ്ജിദിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീ കാവിൽ രാജിനെ പള്ളി പ്രസിഡന്റ് ശ്രീ VA സിദ്ദിഖ് ആദരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളായ സതീഷ് മാമ്പ്രയും സുദർശനം സുകുമാരൻ മാഷും സർഗസ്വരത്തിനു വേണ്ടി വീട്ടിൽ വന്ന് അനുമോദിക്കുന്നു. 75ന്റെ നിറവിൽ സുഹൃത്തുക്കളായ ശ്രീ ജേക്കബ് സൈമൺ, ഭാര്യ ക്രിസ്റ്റബൽ, ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി, ഭാര്യ അംബികയും ആദരിക്കുന്നു. സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ ശങ്കരപ്പണിക്കർ തുളസീദാസ് ആദരിക്കുന്നു. പച്ചപ്പ് തേടി എന്ന ചലച്ചിത്രത്തിന് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചപ്പോൾ സംവിധായകനായ ശ്രീ കാവിൽ രാജിനെയും സഹപ്രവർത്തകരായ ശ്രീ ജേക്കബ് സൈമൺ വെള്ളാർമല, CP സറീന, ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി എന്നിവരെ കാർഷിക സർവകലാശാല പെൻഷനേഴ്സ് യൂണിയൻ ആദരിക്കുന്നു. സർവശ്രീ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, TV ചന്ദ്രമോഹൻ, പ്രസിഡന്റ് V ബാലഗോപാലൻ, ജനറൽ സെക്രട്ടറി VS സ്കന്ദകുമാർ, R സദൻ, MU മുത്തു എന്നിവർ സമീപം. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പൊന്നാട ചാർത്തി ആദരിക്കുന്നു. ശ്രീ കാവിൽ രാജിന്റെ നേതൃത്വത്തിൽ സർഗസ്വരത്തിലൂടെ കവികൾ, കഥാകൃത്തുക്കൾ, നാടകകൃത്തുക്കൾ, നോവലിസ്റ്റുകൾ, ഗായകർ എന്നിവർക്ക് പ്രോത്സാഹനവും കൂടുതൽ അവസരങ്ങളും സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. സാമൂഹ്യ നന്മയ്ക്കുതകുന്ന ഡോക്യുമെന്ററികളും ടെലിഫിലിമുകളും ചലച്ചിത്രങ്ങളും നിർമ്മിക്കുവാനും ഉദ്ദേശിക്കുന്നുണ്ട്.